നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ബാലേന്ദ്രന്റെ മുറിയിലേക്ക് ഗംഗാധരനും ശിവശങ്കരനും കൂടെ വരുന്നുണ്ട്. വരണ സമയത്ത് ബാലേന്ദ്രൻ അവരെ പൊളിച്ചെടുക്കുകയാണ്. കിട്ടുന്ന അവസരം നന്നായിട്ട് അങ്ങോട്ട് വിനിയോഗിക്കുകയാണ്. ബാലേന്ദ്രന് നല്ല ദേഷ്യമായിരുന്നു. 10-22 വർഷക്കാലം ഇവരെല്ലാരും കൂടെ ചേർന്ന് എന്നെ ചതിച്ചു. ഇവരുടെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വലിയ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചു. പെങ്ങൾ പിഴച്ച് പ്രസവിച്ച് ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം വരെ മറച്ചു വെച്ച, എന്നിട്ടാണ് വലിയ വീരവാദം അടിച്ചു വന്നിരിക്കുന്നത്. ഇവരെ സ്വീകരിക്കണം പോലും. ബാലേന്ദ്രൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ സ്വീകരിക്കണോ? നിങ്ങൾ തന്നെ പറ. നിങ്ങൾ എന്നോട് ചെയ്ത ചതിക്ക് നിങ്ങളെ ഞാനിവിടെ നാട്ടിൽ പുറത്താക്കേണ്ടതാ. സ്വീകരിക്കേണ്ട സമയത്തൊക്കെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് ഗംഗേട്ട. പക്ഷെ ഇനി എന്നെക്കൂടെ പറ്റില്ല. നിങ്ങളെപ്പോലെ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എത്രമാത്രം അതിവിദഗ്ധമായിട്ടാണ് എൻ്റെ മുന്നിൽ നിന്ന് അഭിനയിക്കുന്നത്. അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, ബാലേന്ദ്ര, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. നമ്മൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് 3 കുട്ടികളുണ്ട്. അവരെക്കുറിച്ച് ചിന്തിക്കേണ്ടതെന്ന് ചോദിച്ചു. 3 അപ്പോൾ ഒരാളോ എന്ന് ചോദിച്ചു. ശിവശങ്കരൻ പറഞ്ഞു, അല്ല അത് പിന്നെ വൈജയുടെ ആണല്ലോ അല്ലേ എന്ന് ചോദിച്ചു. ശിവശങ്കരൻ പറഞ്ഞു, ബാലേന്ദ്ര, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. വൈജയന്തി വേറെ വീടെടുത്ത് താമസം മാറാൻ പോകുമെന്ന് പറഞ്ഞാ, പക്ഷെ അവിടുന്ന് അവളെ ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാ. ബാലേന്ദ്രൻ പറഞ്ഞു, എന്തിന് കൂട്ടിക്കൊണ്ട് വന്നു? എല്ലാം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ച അവളുമായിട്ടുള്ളത്. അവൾക്ക് ഈ വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല. അവൾക്ക് വേറെ പോകണം പോലും. ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. അവളുടെ തോന്നിയാസം പോകാനല്ലേ അവൾക്ക് താല്പര്യം. അല്ലെങ്കിലും അവളെ പോലുള്ള ഒരുത്തി എൻ്റെ ജീവിതത്തിൽ എന്തിനാ പറയുന്നൊന്നും അവൾ അനുസരിക്കാറില്ല. ഇത്രയും നാളും അവളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഞാൻ വിട്ടുകൊടുത്തോണ്ടിരുന്നേ. പക്ഷെ എന്നെ ചതിച്ചെന്നറിഞ്ഞ നിമിഷം മുതൽ അവളെ ഞാൻ വെറുക്കാൻ തുടങ്ങിയതാ. ഇത് കേട്ടിഞ്ഞപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, അതിന്റെ ആവശ്യമുണ്ടോന്നോ? അവൾ എനിക്കെതിരെ ഡിവോഴ്സിന് നീങ്ങിയിരിക്കുക. അതറിഞ്ഞായിരുന്നോ ഗംഗേട്ടൻ? വക്കീലിനെ കൊണ്ട് വക്കീൽ നോട്ടീസ് എനിക്ക് അയച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അവളെ ഞാൻ ഇനി തലയെ ചുമന്നോണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, കേസ് കോടതി വരട്ടെ. കേസ് കോടതി വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവൾക്കെതിരെ പറയേണ്ട കാര്യങ്ങളൊക്കെ കോടതി ഞാൻ പറഞ്ഞോളാം. കൈതക്കൽ മാളിക വീടിന്റെ അന്തസ്സും അഭിമാനവും എല്ലാം കൂടെ ചോർന്നൊലിക്കുന്ന ഞാൻ കാണിച്ചു തരാം. ഇത്രയും കാലം നെടുമ്പുരയ്ക്കൽ ബാലേന്ദ്രനെ പറ്റിച്ചതിനുള്ള ശിക്ഷ ഞാൻ അവൾക്ക് കൊടുത്തോളാം. പക്ഷെ അതുവരെ അലീന ആരാന്നുള്ള സത്യം ഞാൻ പറയില്ല. അവള് കേസും കൂട്ടമായിട്ട് മുന്നോട്ട് പോട്ടെ. ഇത്രയും കാലം എന്നെ പറ്റിച്ചിട്ട് അവൾക്ക് എന്ത് സുഖം കിട്ടിയെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞു. ഗംഗാധരൻ പറഞ്ഞു, ബാലേന്ദ്ര, അങ്ങനെ പറയരുത്. നിന്റെ ഭാര്യയല്ലേ അവള്? ഭാര്യയോ? ഭാര്യ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. പാലായിലെ ഏറ്റവും വലിയ കല്യാണ മണ്ഡപത്തിൽ വെച്ച് അതിഗംഭീരമായിട്ടാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. അതുപോലെ തന്നെ എൻ്റെ ഡിവോഴ്സും നടക്കാൻ പോകുന്നത് അങ്ങനെ തന്നെയായിരിക്കും. ഏറ്റവും വലിയൊരു ഓഡിറ്റോറിയത്തിൽ വെച്ച് എൻ്റെ ഡിവോഴ്സ് പാർട്ടി ഞാനങ്ങ് നടത്തും, ആഘോഷിക്കും. അതെനിക്കൊരു വലിയ ആഘോഷം തന്നെയായിരിക്കും. നിങ്ങളും വരണം, പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അല്ല, എൻ്റെ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരേണ്ടതാ. ഇത്രയും കാലം എന്നെ ചതിച്ചല്ലേന്ന് ചോദിച്ചു. എല്ലാം കേട്ടിഞ്ഞപ്പോൾ ശിവശങ്കരനും ഗംഗാധരനും ഒക്കെ എന്ത് പറയണമെന്നറിയില്ല. ബാലേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അക്ഷരം പ്രതി ശരിയാണ്. തൻ്റെ പെങ്ങളാണ് തെറ്റ് ചെയ്തതെന്നുള്ള കാര്യം ഗംഗാധരൻ അറിയാം. അപ്പം താഴ്ന്നു കൊടുക്കുക നിവൃത്തിയുള്ളൂ. പിന്നീട് ശിവശങ്കരൻ പറഞ്ഞു, ബാലേന്ദ്രന, മക്കളെ ഓർത്തെങ്കിലും മുന്നോട്ട് പോകാൻ നോക്ക്. രോഹിത്തിൻ്റെ അവസ്ഥയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് നിന്നല്ലേ മതിയാവുള്ളൂ. നിങ്ങൾ രണ്ടുപേരും 2 വഴിക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളുടെ കാര്യം എന്താവും? നാളെ ബബിതയ്ക്കും കൃഷ്ണയ്ക്കും കല്യാണം കാര്യങ്ങളൊക്കെ വരും. അച്ഛനും അമ്മയും വേർപിരിഞ്ഞ് ഡിവോഴ്സായി കഴിയുമെന്നുള്ള കാര്യം അറിഞ്ഞാൽ പിന്നെ അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുമോ? അവനെ പറയുന്ന പോലെയൊക്കെ ബാലേന്ദ്രൻ നല്ല വിധം ഒന്ന് ഉപദേശിക്കാൻ നോക്കുന്നുണ്ട്, പറ്റുന്ന പോലെയൊക്കെയെന്ന്. പക്ഷെ ബാലേന്ദ്രന് നല്ല ദേഷ്യമായിരുന്നു. ബാലേന്ദ്രൻ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒടുവിൽ ബാലേന്ദ്രൻ പറഞ്ഞു, അവൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. വേറെ വീടെടുത്ത് മാറുമെന്ന പ്രതീക്ഷിച്ചേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി അവളെ ഞാൻ ഭാര്യയായിട്ട് കണക്കൂട്ടില്ല. അവളിവിടെ ആധിപത്യം സ്ഥാപിക്കാൻ നിന്ന അത് ഞാൻ സമ്മതിച്ചു കൊടുക്കത്തുമില്ല. അലീനയെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ഇവിടെ ആധിപത്യം സ്ഥാപിക്കാനാണെങ്കിൽ അത് നടക്കത്തുമില്ല. അലീനയെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ പോകുന്നില്ല. അത് ഞാൻ ആദ്യമേ പറഞ്ഞ കേസാ. പിന്നെ ഇവിടെ വന്ന് വഴക്കും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പഴയ ബാലേന്ദ്രൻ ആയിരിക്കില്ല. മുമ്പ് ബാലേന്ദ്രൻ ഒന്നിനും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇനി അങ്ങനെയല്ല, ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന അവർക്കുള്ള ജ്യൂസൊക്കെ ആയിട്ട് വന്നു. ജ്യൂസൊക്കെ അങ്ങനെ കൊടുത്തിട്ട് അലീന അങ്ങോട്ട് തിരിയുമ്പോഴത്തേനും ഗംഗാധരൻ പറഞ്ഞു, അലീന, നിനക്കറിയാലോ വൈജി ഇങ്ങോട്ടേക്ക് വരാനിരുന്നായിരുന്നില്ല. പക്ഷെ അവളെ ഞങ്ങൾ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാ. അവൾക്ക് നേരെ ചൊവ്വയൊന്നും നടക്കാറൊന്നും ആയിട്ടില്ല. അവളുടെ കാര്യങ്ങളും കൂടി മോള് നോക്കണമെന്നൊക്കെ ഗംഗാധരൻ പറഞ്ഞു. അലീന പറഞ്ഞു, എനിക്ക് നോക്കുന്നതിനൊന്നും പ്രശ്നമില്ല അങ്കിളെ. പക്ഷേ എങ്കിൽ മാഡം ഞാൻ പറയുന്ന അനുസരിച്ച്, അല്ലെങ്കിൽ
ഞാൻ ചെയ്തു കൊടുക്കുന്നതൊക്കെ സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. എന്നെ കണ്ണെടുത്താൽ കാണത്തില്ലോ. സാരമില്ല, അവളെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. അലീന പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് പ്രശ്നമില്ല, അല്ലെങ്കിൽ എനിക്കും ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് അലീന ഇറങ്ങിപ്പോയി. പിന്നീട് അലീന വൈജയ്ക്കുള്ള ചായയൊക്കെ എടുത്തുകൊണ്ട് മുറിയിലേക്ക് ചെല്ലുവാണ്. അപ്പം ബബിതയുണ്ട് അവിടെ. അലീനയെ കണ്ടു കഴിഞ്ഞപ്പം ബബിത ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കണം. അപ്പോഴേക്കും വൈജി ചോദിച്ചു എന്താടി? അത് മാഡത്തിന് ചായയായിട്ട്. ചായ കൊണ്ടുവരാൻ നിന്നോട് ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചു. അല്ല ചായയായിട്ട്. നിന്റെ ചായയും വേണ്ട ഒന്നും വേണ്ട, കടന്നു പോയിക്കോണം അവിടുന്ന്. നിന്നോട് ആരായി മുറിയിലേക്ക് കടന്നു വരാൻ പറഞ്ഞു എന്ന് ചോദിച്ചു. അലീന പറഞ്ഞു അല്ല മടുത്ത് വന്ന ആളോ എന്ന് ഓർത്തുകൊണ്ട്, ടയേർഡായിട്ട് വന്ന ആളോ എന്ന് ഓർത്തുകൊണ്ട് ചായയും കൊണ്ട് വന്നേ. വേണ്ടെങ്കിൽ വേണ്ട എടി, മേലാൽ ഈ മുറിയിലേക്ക് കടന്നു പോയേക്കരുത്. ഞാൻ നിന്റെ ആദ്യത്തെ സ്ഥിരിച്ച് ഇവിടെ നിൽക്കാനും വന്നൊന്നുമല്ല. എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് പോകാൻ വേണ്ടി വന്നാ. ഞാനിവിടെ നിൽക്കാൻ പോകുന്നൊന്നുമില്ല. നീ എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ കുടുംബം നശിപ്പിച്ചിട്ട് ചായയായിട്ട് വന്നിരിക്കുന്നല്ലേ? അപ്പോഴേക്കും അലീന പറഞ്ഞു കുടുംബം നശിപ്പിച്ചെന്നോ? അതേടി, നീ ഈ വീട്ടിൽ എന്ന് കാല് കുത്തിയോ അന്ന് തുടങ്ങിയതാ ഈ വീടിൻ്റെ കഷ്ടകാലം. നിന്നെപ്പോലുള്ള ഒരുത്തി ഒരിക്കലും ഈ വീട്ടിലേക്ക് കാലുകുത്താൻ പാടില്ലായിരുന്നു. എന്നിട്ടോ എൻ്റെ ജീവൻ നീ നശിച്ച് നാരായണക്കല്ല് പിടിപ്പിച്ചില്ലേടി. എന്നിട്ട് എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങോട്ടേക്ക് കയറി വന്നത്? അലീന പറഞ്ഞു ഞാൻ ജീവൻ നശിപ്പിച്ചെന്നോ? സ്വയം ഒരു വിലയിരുത്തലും നല്ലതാ. ഒരു ആത്മപരിശോധന നടത്തി നോക്ക് ആരാരുടെ ജീവിതം നശിപ്പിച്ചതെന്ന്. അപ്പം കൃത്യമായിട്ട് അറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് അലീന അങ്ങ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോഴത്തേനും വൈജ പറഞ്ഞു കുടുംബം നശിപ്പിക്കാനായിട്ട് വന്നവള്, കാലെടുത്ത് വെച്ചവള്, നശിച്ചവള് എന്നൊക്കെ പറഞ്ഞു അറിഞ്ഞ് പ്രാഗുവാണ്. നീ ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയ്ക്ക് പക്ഷെ അതൊന്നും കേട്ടിട്ട് ഒരു കൂസലും ഇല്ലായിരുന്നു. കാരണം അലീന ഇത് കുറെ കേട്ടിട്ടുണ്ട്, വൈജയുടെ ഈ പ്രാക്ക് നിറച്ചൊക്കെ. കാക്ക പ്രാഗി എത്ര പോത്ത് ചാകും എന്നൊരു ചിന്തയായിരുന്നു അലീനയുടെ മനസ്സിൽ. സ്വന്തം മോളെ തന്നെയാണ് ശപിക്കുന്നതെന്നുള്ള കാര്യം അവർക്കറിയില്ലോ. അല്ലെങ്കിലും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവനാണ് തെറ്റ് ചെയ്ത് മുഴുവനും. തൻ്റെ ബാല്യകാലം ഇല്ലാതാക്കിയത് അവരാണ്, ഒരു അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം ഇല്ലാതാക്കിയത് അവരാണ്. എന്നിട്ട് പിന്നെ തന്നെ ശപിക്കുന്നു. അലീനയ്ക്ക് അന്നും കേട്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള് സ്കൂൾ വിട്ടു വന്നു. വൈജ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം കൃഷ്ണമോൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഓടിയങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും വൈജ രൂക്ഷമായിട്ട് കൃഷ്ണമോളെ നോക്കി. അല്ലെങ്കിലും കൃഷ്ണമോള് ബാലേന്ദ്രൻ്റെ പക്ഷത്താന്നുള്ള കാര്യം വൈജയ്ക്കറിയാം. പിന്നീട് കൃഷ്ണമോള് പറഞ്ഞു അല്ല അമ്മ എപ്പോൾ വന്നെന്ന് ചോദിച്ചു. ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി. അല്ല അമ്മ എന്താ തുണിയൊക്കെ എടുത്ത് പായ്ക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം തുണിയൊക്കെ എടുത്ത് മടക്കി വെക്കുവാണ്. ശിവേട്ടനും ഗംഗേട്ടനും പോയതിന് ശേഷം ഇവിടുന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്കും വൈജ പറഞ്ഞു ഞാനിവിടെ സ്ഥിരതാമസത്തിന് ഒന്നൊന്നും അല്ല, ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു വന്നാൽ ഞാനൊരു വീടൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. കൃഷ്ണമോള് പറഞ്ഞു കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, ഇങ്ങനെ തന്നെ വേണം. അല്ലമ്മേ അമ്മ എന്തിനാ ഇവിടുന്ന് പോകുന്നേ? അമ്മയുടെ വീടല്ലേ ഇതെന്ന് ചോദിച്ചു. എൻ്റെ വീടോ? എൻ്റെ വീടൊന്നും അല്ലടി, നിന്റെ അച്ഛനോട് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ ഈ വീട്ടിൽ വന്ന് താമസിക്കണമെങ്കിൽ അലീന എന്ന് പറയുന്ന പിശാശ് ഇവിടെ കാണില്ലെന്ന്. പക്ഷേങ്കിൽ നിന്റെ അച്ഛനത് കേട്ടില്ല. ഞങ്ങളൊരാളെ വീട്ടിൽ കാണുള്ളൂ ഞാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ വീട് വിട്ടു പോകാൻ തന്നെ തീരുമാനിച്ചു. ഓ അമ്മയ്ക്ക് ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ലല്ലേ? പഴയ വൈജ തന്നെ അല്ലേന്ന് ചോദിച്ചു. അതേടി പഴയ വൈജ തന്നെയാ. ഞാൻ വിചാരിച്ചു ആക്സിഡൻ്റൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അമ്മയുടെ മനസ്സ് ശരിയാകും, അമ്മ നേരെയാകും എന്നൊക്കെ. ഇപ്പോഴും ആ പഴയതുപോലെ തന്നെ, ഒരു മാറ്റമില്ല. ഇടി ഞാൻ എത്രയാളും മാറാൻ പോകുന്നില്ല. ഈ വൈജയ്ക്ക് ഒരേ ഒരു സ്വഭാവമുള്ളൂ. അതിനിപ്പം നീ എന്നല്ല നിന്റെ അച്ഛൻ വിചാരിച്ചാലും മാറാൻ പോകുന്നില്ല. കൃഷ്ണമോള് പറഞ്ഞു അത് വെറുതെ അമ്മയുടെ തോന്നൽ മാത്രമാണ്. അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അമ്മ തോറ്റു തുന്നമ്പാടി പോകത്തുള്ളൂ. ഒരിക്കലും അമ്മ രക്ഷപ്പെടാൻ പോകുന്നില്ല. അമ്മ അവസാനം കാല് പിടിച്ച് അച്ഛൻ്റെ കാല് പിടിച്ച് ഈ വീട്ടിലേക്ക് തന്നെ വരുമെന്ന് പറഞ്ഞു. വരും നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കൃഷ്ണമോളെയും വെല്ലുവിളിക്കുകയാണ്. പിന്നീട് രോഹിത്തിനെ കാണാനായിട്ട് ശിവനും ഗംഗാധരനും അങ്ങ് ചെല്ലുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് പനി പിടിച്ച് വയ്യാതെ കിടക്കുകയാണ്. രോഹിത്തിനോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ട് രോഹിത്ത് ഒരു അക്ഷരം പോലും സംസാരിച്ചില്ല. അവരെ മൈൻഡ് പോലും ചെയ്തില്ല, മുഖത്തേക്ക് പോലും നോക്കിയില്ല. അപ്പോഴേക്കും അലീന വന്നിട്ട് പറഞ്ഞു അതെ രോഹിത്തിന് വയ്യാത്തോണ്ടാ, പനി ആയതുകൊണ്ടാ. പിന്നെ അവന് ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഫുഡ് കഴിക്കുന്നില്ല, ആരോട് സംസാരിക്കുന്നില്ല. ഗംഗാധരൻ്റെ ശിവശങ്കരനും കാര്യം മനസ്സിലായി. അവൻ അതിനകത്തുനിന്ന് റിക്കവറായിട്ട് വന്നു കഴിഞ്ഞിട്ടില്ല. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിച്ചതിൻ്റെതായ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാരെ ഫേസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അതൊക്കെയാണ് അവൻ ഇത്തരത്തിൽ എത്തിച്ചിരിക്കുന്നത്. പോകുന്നതിന് മുമ്പ് ഗംഗാധരനും ശിവശങ്കരനും വൈജയനെ വിളിച്ച് ഉപദേശിക്കുന്നുണ്ട്. നീ നേരാവണ്ണം ഇവിടെ നിൽക്കുവാണെങ്കിൽ നിനക്ക് വലിയ കുഴപ്പമില്ലാതെ പോകാം. പക്ഷേ ഇവിടെ പഴയതുപോലെ നിന്റെ സ്വഭാവം എടുക്കുവാണെങ്കിൽ വൈജയ നിനക്ക് ഇവിടെ ഒരു നിലനിൽപ്പുണ്ടാകത്തില്ല. പിന്നെ നിന്റെ കാര്യത്തിൽ ഞങ്ങളൊന്നും ഇടപെടാനും വരില്ല. നിന്റെ തോന്നിയാസം നടക്കുവാണെങ്കിൽ നീ നിന്റെ തോന്നിയാസം നടന്നോണം എന്നൊക്കെ ഒരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. വൈജയ്ക്കാണെങ്കിൽ ദേഷ്യമായിരുന്നു. അവരിന്ന് പോയിട്ട് ഈ വീട് വിട്ട് പോകാമെന്നൊക്കെ വൈജ തീരുമാനിച്ചു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് അവർ യാത്ര പറഞ്ഞ് പോകുന്നത്.
പിന്നീട് വൈകിയിരുന്ന് ആലോചിക്കുമ്പോഴത്തേനും ഭവിത വന്നിട്ട് പറഞ്ഞു, അല്ല അമ്മ പോകുന്നില്ലേന്ന് ചോദിച്ചു. പോകണം, പോകാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ പോകുന്നതിന് മുമ്പ് എനിക്ക് അവളോട് 4 വർത്താനം കൂടെ പറഞ്ഞിട്ട് വേണം പോവാൻ. പിന്നെ എനിക്ക് രോഹിത്തിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ രോഹിത്തിനെ കാണാനായിട്ട് വൈജ ചെല്ലുന്നുണ്ട്. പക്ഷെ രോഹിത്ത് വൈജയെ മൈൻഡ് പോലും ചെയ്തില്ല. നേരത്തെ ആണെങ്കിൽ കുറെ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. വൈജയ്ക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.